ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് ലെവൽ 11 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി മന്തിൽ നമ്മൾ നേരിടാൻ പോകുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, ഇവയൊക്കെയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ മൈൻഡ് ക്ലിയർ ആൻഡ് കാമാക്കി വയ്ക്കുക, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് കണക്റ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ളത് വിട്ടേക്കുക. എല്ലാവരും ഹാപ്പിയായി സേഫായി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ റീഡിങ്സ് നോക്കാം. Okay. Ace of Cups, Knight of Cups, Death card, Nine of Cups, High Priestess, Justice, Nine of Wands, Ace of Swords, The World, Six of Swords. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് നമുക്കിവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, സോ നമ്മുടെ ഫെബ്രുവരി മന്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ചാലഞ്ചസ്, ആദ്യം നമുക്ക് ചാലഞ്ചസ് നോക്കാം. സോ ഇവിടെ നമുക്ക് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നു. നമ്മുടെ ലൈഫിൽ എന്തോ ഒരു കാര്യത്തിൽ ഒരു അവസാനം വരാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ റിലേഷൻഷിപ്പിലാവാം, ചിലപ്പോൾ നമ്മുടെ കരിയർ വൈസ് ആവാം, നമ്മുടെ മൈൻഡ് സെറ്റിൽ വേണമെങ്കിലും ആകാം. എന്തോ ഒരു മാറ്റം ടോട്ടലി വരാൻ പോകുന്നു. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നല്ലതിന് വേണ്ടിയിട്ടുള്ള മാറ്റമാണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുമ്പോൾ നയൻ ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും, നമുക്ക് ഫിസിക്കലി എന്ന് പറയുമ്പോൾ കോൺഫ്ലിക്റ്റുകൾ, ആൾക്കാരായിട്ടുള്ള വാക്കുതർക്കം, ഇതൊക്കെയാണ്. മെൻ്റലി എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടുക, ഡിപ്രഷനിലേക്ക് പോവുക. സോ ഇതൊക്കെ നമ്മൾ മറികടന്ന് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടി വരും. പക്ഷേ അതൊരു ചാലഞ്ചാണ് നിങ്ങൾക്ക്. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് ചാലഞ്ചായിട്ട് ഇവിടെ കാണുന്നത്. പിന്നെ ജസ്റ്റിസ് കാർഡ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴൊരു നീതി, അതായത് സത്യത്തിൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകും. സോ ഒരു വശം സത്യവും മറുവശം കള്ളത്തരമായിരിക്കും. അപ്പോൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ എന്ത് വന്നാലും അവസാനം സത്യം മാത്രമേ ജയിക്കത്തുള്ളൂ. അപ്പോൾ നീതിയുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ചാലഞ്ച് വരുന്നുണ്ട്. നിങ്ങൾ ഏത് സൈഡിൽ നിൽക്കും എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കുക. നമ്മൾ സത്യത്തിൻ്റെ കൂടെ നിന്നാൽ മതി. കാരണം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സത്യത്തിൻ്റെ കൂടെ നിന്നില്ല എന്ന് പറഞ്ഞ് നമ്മളും അതുപോലെ ആകണമെന്നില്ല. കാരണം കർമ്മ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. സോ അത് നമ്മൾ നല്ലത് ചെയ്താൽ അത് തിരിഞ്ഞ് നമുക്ക് തന്നെ വരും. എന്നാൽ മറിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ വരും. എന്തായാലും കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഇതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, അതായത് നിങ്ങൾ ചെയ്തത് കറക്റ്റ് അല്ലെങ്കിൽ ശരിയായ ഒരു കാര്യമാണ്. പക്ഷേ
നിങ്ങളുടെ ചുറ്റിനുള്ളവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യത്തില്ല, നിങ്ങളെ കുറ്റപ്പെടുത്തും, നിങ്ങളാണ് തെറ്റ് എന്ന് പറയും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടല്ലോ നിങ്ങൾ ചെയ്ത ഒരു ശരി. സോ നിങ്ങൾ അതായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം സത്യം എന്നുള്ളത് എന്തായാലും ഒരു ദിവസം തെളിയും. ഓക്കെ, നിങ്ങൾ ശരിയായ പാതയിലൂടെ പോവുക, അത് മാത്രം നോക്കിയാൽ മതി. ആരുണ്ട് ആരില്ല എന്നുള്ളത് നോക്കണ്ട. തെറ്റ് ചെയ്യുന്നവർക്ക് കർമ്മം അതവരെ പഠിപ്പിച്ചുകൊള്ളും. ഓക്കെ, പിന്നെ ചിലപ്പോൾ നമ്മൾ സ്റ്റക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നേക്കാം. അതായത് എന്ത് ചാലഞ്ചസ് ആണ് എന്ന് പോലും മനസ്സിലാക്കാതെ ലൈഫിൽ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ നമ്മൾ സ്റ്റക്കായി പോവുക, മുന്നോട്ട് പോകാൻ പറ്റാതെ ചിന്തിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും വന്നേക്കാം. അപ്പോഴൊക്കെ നമ്മളുടെ മനസ്സിലൊരു ഇത് പറയുമല്ലോ, നമ്മളുടെ ഒരു ഇന്നർ വോയിസ് എന്ന് പറയുമല്ലോ, നമ്മളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് നമ്മളിലൊരു വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണുള്ളത്. നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന പല പല സാഹചര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാം. അതാണ് ചാലഞ്ചായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെയൊക്കെ മുൻനിർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക, മൂവ് ഓൺ ചെയ്യുക. പിന്നെ 6 ഓഫ് സ്വോർഡ്സ് നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡ്, അത് നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങളിൽ അത് ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരിതാണ്, സമാധാനത്തിൻ്റെ ഇതിലോട്ട് പോകുന്നത്. അതായത് പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങളാണല്ലോ നമ്മളെ ഇപ്പോൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ നിന്നൊക്കെ പതിയെ ഹീലായി നമ്മൾ പുതിയൊരു ചാപ്റ്റർ അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലെ ഒരു ഇതിലേക്ക് പോകുന്നതായിട്ടല്ല, പോകണം എന്നാണ് കാണിക്കുന്നത്. നമ്മളവിടെ സ്റ്റക്കായി നിന്ന് പോയേക്കാം. അതാണ് ഇവിടെ കാണിക്കുന്ന നെക്സ്റ്റ് ചാലഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ സ്റ്റക്കായി നിൽക്കാണ്ട് മുന്നോട്ട് പോകണം. അതാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യാൻ പോണ ചാലഞ്ചസ് ഫെബ്രുവരി മന്തിൽ. ഓർക്കുക, ഫെബ്രുവരി മാസം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്രോത്തിൻ്റെയും ട്രാൻസ്ഫോർമേഷൻ്റെ ഒക്കെ ഒരു മന്താണ്. പക്ഷേ ഒരുപാട് സ്ട്രഗിൾ നിറഞ്ഞ ഒരു മാസം കൂടെയാണ്. നമ്മൾ അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം. എന്നാൽ നമുക്ക് ഉണ്ടാവുന്ന സക്സസ് അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. നമുക്ക് ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് ഒരു പുതിയൊരു ഇമോഷണൽ ബിഗിനിങ്, ഒരു പുതിയൊരു റിലേഷൻഷിപ്പിലായാലും എല്ലാത്തിലും ഒരു പുതിയൊരു ബിഗിനിങ് പോലത്തെ ഒരു ഇത് നമുക്ക് വരുന്നുണ്ട്. ഒരു ഇമോഷണൽ ക്ലാരിറ്റിയൊക്കെ നമുക്ക് കിട്ടും. പിന്നെ സെക്കൻഡ് നമുക്ക് നൈറ്റ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് കൂടുതലും കപ്സിൻ്റെ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. ഇമോഷണലി നമ്മൾ കുറച്ചുകൂടെ ഗ്രോ ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്സിൽ നമ്മൾ ആ ഒരു പുതിയ ഇമോഷണൽ ഗോൾസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും, മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ എന്താ പറയുക, പാസ്റ്റിൽ ഇതൊക്കെ ഓവർകം ചെയ്യും എന്നാണ് കാണുന്നത്. 9 ഓഫ് കപ്സ് നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാം. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി. ഓക്കെ, നമ്മൾ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ നേടി ഹാപ്പിയായി ഇരിക്കുന്ന ഒരു കാർഡാണത്. സോ എന്തൊക്കെയോ ഈ ഒരു ഇമോഷണൽ ബിഗിനിങ്ങിൽ തുടങ്ങുന്നതാണ്. പിന്നീട് നമ്മളത് മുന്നോട്ട് പോയി നമ്മളതിൽ ഹാപ്പി ആകുന്ന ഒരു ഇതാണ് കാണുന്നത് പോസിറ്റീവായിട്ട്. പിന്നെ നമുക്ക് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കംപ്ലീഷൻ്റെ കാർഡാണ്, അല്ലെങ്കിൽ ഒരു സക്സസ്, നമ്മൾ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യും. ഓക്കെ, ഈ ഒരു മന്ത് അതിൻ്റെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് വേൾഡ് കാർഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഏസ് ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നിട്ടുണ്ടാവാം പാസ്റ്റിലായാലും. സോ അതിനൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുകയും സോ അതിൽ നിന്നൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുകയും എന്നിട്ട് നമ്മൾ മുന്നോട്ടുള്ള ഡിസിഷൻസ്, അതായത് തീരുമാനങ്ങളൊക്കെ നമ്മൾ ബുദ്ധിപരമായി എടുത്ത് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുമെന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ പോസിറ്റീവ് സൈഡിൽ നോക്കുമ്പോൾ ഫെബ്രുവരി മന്തിൽ കാണുന്നത്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. പഴയ ഒരു ഇതിൽ നിന്നും നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ടി വരും. അതായത് നിങ്ങളുടെ തന്നെ ഒരു ബെറ്റർ വേർഷൻ നിങ്ങൾക്ക് തന്നെ എന്താ പറയുക ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ പാസ്റ്റിലെ ഇത് വന്നിട്ടുണ്ട്. സോ പാസ്റ്റിൽ നിന്നും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ അവിടെ സ്റ്റക്കായി നിൽക്കാണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം.
മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് വീണ്ടും പാസ്റ്റിലെ കാര്യങ്ങൾ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസുകൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ അവിടെ സ്റ്റക്കായി പോകരുത്. നിങ്ങളെ പുഷ് ചെയ്യുക, മുന്നോട്ട് പുഷ് ചെയ്യുക. സോ പുഷ് ചെയ്യുക. അങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് അല്ലെങ്കിൽ ഒരു വിക്ടറി നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു സക്സസ്സും ഹാപ്പിനെസ്സും ഒക്കെ ഈ ഒരു മന്തിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ചാലഞ്ചസുകളൊക്കെ ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ചാലഞ്ചസ് വന്നിട്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ഹിൻറ്റ് നോക്കാം. ഓക്കെ, എന്തെങ്കിലും ക്ലൂസ് യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുമോ എന്നും കൂടെ നോക്കാം. Thursday, C, 5 March, yes, G, fear, trust, external influence, K, Q, X, 26 April, few months, 23 N, 6 12 L, 9 I, loyalty, 31 R, J, Sunday, 21 T, January, growth, this year. സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ്. ഇതിൽ നമുക്ക് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് വന്നിട്ടുണ്ട്. ഫിയറൊക്കെ നമ്മൾ ഓവർകം ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക, നമ്മളുടെ ഗ്രോത്തിൻ്റെ ഒരു ഇതാണ്. പിന്നെ ലോയൽറ്റി, അതായത് ലോയലായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. സോ ഇത് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു മാസം നേരുന്നു.